ഹലോ ഗൈസ്, ഇത്തവണത്തെ ന്യൂ ഇയർ ഗോവയിൽ ആഘോഷിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഒരു 2-3 മാസം മുന്നേ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ ഈവനിങ് ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലേക്കായിരുന്നു കേട്ടോ. അവിടെയാണ് ന്യൂ ഇയർ പാർട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി നല്ല അടിപൊളിയായിട്ട് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് അന്നത്തെ നൈറ്റ് ഫുള്ള് ഞങ്ങൾ അവിടെയായിരുന്നു കേട്ടോ. ഇത്രയും തിരക്ക് ഞാൻ ആലുവ ശിവരാത്രിക്ക് പോലും കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു. ബട്ട് നല്ലോണം എൻജോയ് ചെയ്തു. സെക്കൻഡ് ഡേ നേരെ പോയത് സൗത്ത് ഗോവയിലേക്കാണ്. പോകുന്ന വഴിക്ക് ഉടുപ്പി ഹോട്ടൽ കണ്ടു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാകാമെന്ന് കരുതി. 2 ദിവസമായി നമ്മളിങ്ങനത്തെ ദോശയും അങ്ങനെയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയും ഗീ റോസ്റ്റും ചായയും ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോയത് ഒരു ടെമ്പിളാണ് കേട്ടോ. ഇത് മഹാദേവ ടെമ്പിൾ. ബട്ട് അവിടുത്തെ അങ്ങോട്ട് പോകുന്ന സ്ഥലം ഭയങ്കര രസമായിരുന്നു. നല്ല ഭംഗിയുള്ള കാട് പോലെയൊക്കെ, പിന്നെ കുറച്ച് അരുവി, അങ്ങനെയൊക്കെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് കോൾവ ബീച്ചിലേക്കാണ്. അവിടെ ബട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റാത്ത വെയിൽ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് നേരെ റൂമിലെത്തി. കുറച്ചൊന്ന് കിടന്നുറങ്ങിപ്പോയി. ബട്ട് ആ ഉറക്കം കുറച്ചേറെ ആയിപ്പോയി. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി അടുത്തൊരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, അവിടേക്കാണ് പോയത്. ബട്ട് പോയപ്പോഴത്തേക്കും അവിടുത്തെ എല്ലാ സ്റ്റോറുകളും അടച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഉറക്കം കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഷോപ്പിങ്ങിനൊന്നും നല്ല ഇത് കിട്ടിയില്ല. ബട്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ റൂമിലെത്തി കിടന്നുറങ്ങി. രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ നമുക്ക് 7 മണിക്കായിരുന്നു തിരിച്ചുള്ള ട്രെയിൻ. അങ്ങനെ എല്ലാവരുടെയും മുഖത്തൊരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും സാരമില്ല, ന്യൂ ഇയർ എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു.